നമസ്കാരം. E20 പെട്രോൾ, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനലുകൾ ചർച്ചകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് E20 പെട്രോളിനെ കുറിച്ചിട്ട്. ശരിക്കും എന്താണ് E20 പെട്രോൾ? അത് നമുക്ക് ഗുണമാണോ? വണ്ടികൾക്ക് ഗുണമാണോ ദോഷമാണോ? അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ? ഇന്ത്യയിലാണോ ആദ്യമായിട്ട് E20 പെട്രോൾ വന്നിരിക്കുന്നത്? ഇതിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന MP-യുടെ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ റോൾ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. E20 പെട്രോൾ, അതിൽ എന്താണ്, 20 എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്ന് പറഞ്ഞാൽ അത് എത്തനോൾ ആണ്. അത് ശരിക്കും ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ്. 20 എന്ന് ഉദ്ദേശിക്കുന്നത് ആ പെട്രോളിൽ എത്ര പെർസെന്റേജ് എത്തനോൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് E20. അതുകൂടാതെ E30 അങ്ങനെയുള്ള വേറെ രീതിയിലുള്ളതും ഉണ്ട്. എത്തനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. നമ്മുടെ കരിമ്പ്, ചോളം, പഴയ ധാന്യവസ്തുക്കൾ, അതുപോലെ നമ്മുടെ വൈക്കോലുകൾ, ഇതെല്ലാം ഒരു ഫെർമെന്റേഷൻ വഴിയാണ് ഈ എത്തനോൾ നിർമ്മിക്കുന്നത്. അത് നമ്മുടെ പെട്രോളിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് E20 എന്ന് പറയുന്ന ഒരു പെട്രോൾ നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യ അല്ല ആദ്യമായിട്ട് പെട്രോളുകളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ബ്രസീൽ ആഡ് ചെയ്തിട്ടുണ്ട്, അമേരിക്ക ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലുള്ള രാജ്യങ്ങൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 20 വർഷത്തോളമായി എത്തനോൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ഉള്ള കാര്യമാണ്. 2023 അതായത് സർക്കാർ ഒരു സർക്കുലർ ഇറക്കി 2023 ശേഷം നിർമ്മിക്കുന്ന ഓരോ വണ്ടികളിലും എത്തനോൾ കമ്പാറ്റബിൾ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സർക്കുലർ ഇറക്കി. അത് നമ്മൾ ആ വർഷം ഒന്ന് ശ്രദ്ധിക്കണം. 2023 എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള വണ്ടികൾക്ക് ഇതിന്റെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ 2023 ശേഷമുള്ള വണ്ടികളിൽ ഇത് അതേപോലെ തന്നെയാണോ നിർമ്മിച്ചതെന്നുള്ളത് നോക്കണം. നമ്മുടെ ടൊയോട്ട ആണെങ്കിലും മാരുതി അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ പോലും ഒരു തുടക്കത്തിലെ ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്കും ഇത് ഉത്പാദിപ്പിക്കേണ്ടി വന്നു. അപ്പോ പഴയ വണ്ടികൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? എത്തനോൾ എന്തുകൊണ്ടാണ് ഒരു ദോഷമായിട്ട് വരിക എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. അത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. സർക്കാർ എന്തുകൊണ്ടാണ് ഈ എത്തനോളിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മണി സേവിങ് ആണ്. അതായത് നമ്മൾ കൂടുതലും പെട്രോളിയം പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിച്ച് ഇതിനൊരു മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് E20 പെട്രോളിന് ഒരു മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടിങ്ങിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും. രണ്ട്, കുറച്ചുകൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കമ്പഷൻ വരാൻ നേരത്ത് എൻവയോൺമെന്റിന് കുറച്ചും കൂടി ഇതായിരിക്കും. ഇനി ഇത് കൂടാതെ ഈ പഴയ വസ്തുക്കൾ, ധാന്യവസ്തുക്കളും കരിമ്പിന്റെ വേസ്റ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മുടെ കർഷകർ കൂട്ടിയിട്ട് കത്തിച്ചു കളയുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ എയർ പൊല്യൂഷൻസും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ പല പഠനങ്ങളും പറയുന്നത് ഡൽഹിയിലുള്ള ഒരു പൊല്യൂഷന്റെ കാരണം പോലും അതിലൊരു കാരണം ഇങ്ങനെയുള്ള കത്തിക്കലാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമായിട്ട് നമ്മളത് യൂസ്ഫുൾ ആയ രീതിയിൽ കത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി അതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം സർക്കാർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാർമേഴ്സിന് എനർജി സോഴ്സസുകളിലേക്ക് ഒരു ആക്സസ്, അവരും കൂടി എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കും കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സർക്കാരിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ പഴയ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് സർക്കാർ പറയാനുള്ളത് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രതിഷേധത്തിലേക്കും കാര്യങ്ങളിലേക്കും നമ്മുടെ ജനങ്ങളായിട്ട് ഇങ്ങനെ കടക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ പഴയ വണ്ടികളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിലവിലുള്ള പുതിയ വണ്ടികളാണെങ്കിൽ പോലും മൈലേജിന് അത് ബാധിക്കുന്നുള്ളത് ഓൾറെഡി നിതിൻ ഗഡ്കരിയെ പോലുള്ള സർക്കാരിൽ തന്നെ ഉള്ളവർ നമ്മുടെ അടുത്ത് പറയാതെ പറഞ്ഞു തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റബ്ബർ ആയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള റബ്ബർ ഐറ്റംസിനും ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. 2023 ശേഷം മാനുഫാക്ചർ ചെയ്തേക്കുന്ന വണ്ടികളിൽ ഇത്രയും പ്രശ്നങ്ങൾ അത്രയധികം വരുന്നില്ല. ഇത് ശരിക്കും നമ്മുടെ സർക്കാർ 2030 പ്രാബല്യത്തിൽ വന്ന്, അതായത് ഒരു പഴയ സ്ലോ പേസിൽ പോയി കറക്റ്റായിട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അവർ സ്പീഡ് കൂട്ടി 2025 അവർ പെട്ടെന്ന് ഇതിലേക്ക് ആയി. ഇനിയും ഇതിന്റെ അളവ് കൂടി വരും എന്നുള്ള രീതിയിലാണ് സർക്കാരാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങൾ ഇത്രയും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം, നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ മകൻ ഉള്ള ഒരു കമ്പനിയിലാണ് എത്തനോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഷെയർ മാർക്കറ്റ് കാര്യങ്ങളായിട്ട് കൂടി. ഇതൊന്നും പോരാതെ ഈ കൂടുന്നത്, അല്ലെങ്കിൽ 20% പെട്രോൾ നമ്മുടെ നിന്ന് കുറയുന്നതിനനുസരിച്ചുള്ള സാമ്പത്തിക ലാഭം കൺസ്യൂമർക്ക് ഉണ്ടാവുന്നില്ല. നമുക്ക് പെട്രോളിന്റെ വില കൂടുന്നു എന്നല്ലാതെ നമ്മുടെ അത് കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്നുള്ള രീതിയിൽ നമുക്ക് സർക്കാരിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഇതിനെപ്പറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല.
അതുപോലെ ഇതിന്റെ ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ വെച്ചിട്ടാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചോളം അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ വില ഇനി കൂടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ജലക്ഷാമം, ഇപ്പൊ കരിമ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ ഭക്ഷ്യാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കൂടും. കരിമ്പിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ അതിന് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജലക്ഷാമങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ തന്നെ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. പരിസ്ഥിതിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഗുണമുള്ളത് പോലെ തന്നെ ജലം അല്ലെങ്കിൽ ഇതിന്റെ വിലവർധന കാര്യങ്ങളിലേക്ക് വരാൻ നേരത്ത് അതൊരു ദോഷമാണ്. പുതിയ വണ്ടികളെ സംബന്ധിച്ച് അത്രത്തോളം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ലെങ്കിൽ പോലും പഴയ വണ്ടികൾ ഇപ്പൊ 2023 ശേഷമുള്ള വണ്ടികളെക്കാൾ എത്രയോ കൂടുതലായിരിക്കും അതിന് പഴയുള്ള വണ്ടികൾ നമ്മുടെ റോഡുകളിലേക്കൂടെ ഓടുന്നത്. അപ്പോൾ അതിന് കൊടുക്കേണ്ട ശ്രദ്ധ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ചെലവുകൾ എങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെട്രോളിന് വില കുറയുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആളുകളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും, ഇത്ര രൂപ നിങ്ങൾക്ക് പെട്രോളിൽ ലാഭമുണ്ട്, വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണി വന്നാൽ പോലും നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓക്കെ ആയി പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു ബോധവൽക്കരണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഉറപ്പോ നമ്മുടെ സർക്കാരിന് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇതായിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൊടുക്കുക.